ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. റീനമ്മനെ ഉണ്ണിയച്ഛനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. തുമ്പമ്മയുടെ എഴുത്തിനിരുത്തലും കൂടെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് വന്നായിരുന്നു കേട്ടോ. പക്ഷേ ഒരു എമർജൻസി ഉണ്ടായാലും എന്താ നമ്മൾ ചെയ്യുക അല്ലേ? അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നതാണ്. ഇങ്ങനെ പോണ വഴിക്കതാ ഞങ്ങൾ സൈഡിൽ ബോർഡിൽ ചിക്കിങ് ഒക്കെ കണ്ടപ്പോൾ തുമ്പമ്മ അത് ചൂണ്ടിക്കാണിച്ചത് അത് നമുക്ക് കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പോണത്. സംഭവം ഒക്കെ കത്തിയിട്ടില്ല, അമ്മ പോവാണെന്നുള്ളത്. അല്ലൂട്ടൻ അതിൻ്റെ കുറച്ച് ഡൗൺ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അമ്മ പോകുമ്പോൾ ഏറ്റവും സങ്കടം ഓനാണെന്ന് എനിക്ക് എപ്പോഴും തോന്നലുണ്ട്. അമ്മേൻ്റെ കൈമ തന്നെ പിടിച്ച് തൂങ്ങിക്കൊണ്ട് നടക്കൂട്ടോ. ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം, നമ്മളോട് പോയിക്കോളാൻ, ട്രെയിന് മിസ്സാവണ്ട, കാരണം ടൈമിന് ഞങ്ങൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ പോവുകയാണ്. വണ്ടി ഇപ്പം എത്തുന്നുണ്ട്, അതിൻ്റെ സ്പീഡെല്ലാം ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അപ്പുറത്തോട് ഓടുകയാണ്. എസ്കലേറ്റർ അമ്മയ്ക്ക് പേടിയാണ്. അപ്പോൾ അമ്മ സ്റ്റെപ്പ് വഴി ഓടി ഇറങ്ങാം ഞങ്ങളെക്കാൾ മുമ്പേ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മ തന്നെ ജയിച്ചു, ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തി കഴിഞ്ഞിട്ട് വൈശാട്ടിനെ വിളിച്ചൊക്കെ പറഞ്ഞത് വൈശാട്ടിന് അവിടെ എവിടെയും പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഏട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. റെയിൽവേ സ്റ്റേഷൻ പിന്നെ എനിക്ക് പണ്ടേ അറിയാലോ, ഞാൻ ആനായിരുന്നു ചെയ്യാനായിരുന്നു പറഞ്ഞാൽ കുറച്ച് തള്ളൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് തള്ളി. കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് കണ്ണൂർ പഠിക്കാൻ പോണ സമയത്ത് എപ്പോഴും ട്രെയിനിലാണല്ലോ പോവല്. അമ്മയ്ക്കാണ് ട്രെയിൻ അത്ര വശമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് തള്ളിയാൽ അമ്മ വിശ്വസിക്കും. പിന്നെ അത് അല്ലൂട്ടിൻ്റെ മുഖം കണ്ടില്ലേ, ആൾ കുറച്ച് ഡൗൺ ആണ് കേട്ടോ. അമ്മ പോണ സങ്കടം നന്നായിട്ടുണ്ട് കുട്ടീൻ്റെ മുഖത്ത്. പിന്നെ ഇവർ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞായിരുന്നു. അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. ഉണ്ണിയച്ഛൻ്റെ ഏട്ടത്തിയമ്മയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണിയച്ഛൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ വൈഫാണ് കേട്ടോ. അങ്ങനെ ഇവർ അന്ന് തന്നെ പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ തുമ്പമ്മയുടെ എഴുത്തിനടുത്തെല്ലൊക്കെ അവരും ഉണ്ടാവുമായിരുന്നു. എന്തോ എനിക്ക് യോഗമല്ല ഗൈസ്, അതാണ്. അപ്പോൾ അങ്ങനെ അവർ പോയിട്ടോ. വല്ലാത്തൊരു സങ്കടമായിരുന്നേ. അവരുണ്ടാവല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പെട്ടെന്ന് അങ്ങ് പോയപ്പോഴേ ആകെ എന്തോ ആയിപ്പോയി. അങ്ങനെ ഇനി എന്തായാലും തുമ്പമ്മയുടെ ബർത്ത്ഡേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ യാത്രയാക്കി നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ട്രെയിൻ വന്നപാടും കയറണോ, ട്രെയിൻ ഇപ്പോൾ എത്തുമോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ എത്തി, അവർ കയറുകയാണ്. ഇനിയിപ്പം ഒക്ടോബർ 28 നമ്മുടെ തുമ്പമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതിലേക്ക് അമ്മ എന്തായാലും വരുമായിരിക്കും. അങ്ങനെ അപ്പം ചാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. എന്താ പറയുക, ദൂരം ആയതുകൊണ്ടാണ്. പക്ഷേ ട്രെയിനാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ കാറിനൊന്ന് പോകുന്ന പരിപാടി നിർത്തി കഴിഞ്ഞ പ്രാവശ്യത്തോട്. ഇനി പോവുകയാണെങ്കിൽ ട്രെയിനേ പോകുള്ളൂ. കാരണം ഈസിയാണ്, കുറച്ചുകൂടെ വേഗത്തിലെത്താനും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാനും പറ്റും. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ട്രെയിനേ പോകുള്ളൂ എന്നൊക്കെ വൈശാട്ടിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആ ലുട്ടൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് ആകെ സങ്കടം. കുട്ടി ആകെ എന്തോ വായിക്കുന്നു. ഇപ്പോൾ അവസാനം പോകാൻ നേരത്ത് മറ്റേ ഏതോ സിനിമയിൽ ദിലീപ് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് കാണിക്കുമെന്ന്, കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നില്ലേ, അതുപോലെ ഇവൻ ചോദിക്കുന്നത് ഞാനും കൂടെ വരട്ടെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ചെങ്ങനെ ക്ലാസ്സിന് പോകണ്ടല്ലോ കള്ളൻ. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തായാലും പിറന്നാളിന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ സമാധാനിപ്പിച്ച് ചെക്കനെ ശരിയാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ചാറ്റൊക്കെ പറഞ്ഞു പോവാം. ഇനി ഇവരെ രണ്ടുപേരും തൊക്കി പിടിച്ച് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ പോവും എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വൈശാട്ടിനടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വൈശാട്ടിൻ്റെ അടുത്ത് എത്തട്ടെ, തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ. അങ്ങനെ അവർ പോയി. ഗൈസിനടുത്ത് ഒക്ടോബർ 28 അവർ തിരിച്ചു വരും. ബായ്.